CHR ഭൂമി വനം ഭൂമിയാണെന്നുള്ള വനം വകുപ്പിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ ധർണാ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് PC തോമസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. CHR വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ കർഷകർക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാകണം. CHR പ്രദേശത്തെ ഭൂമിയുടെ അധികാരാവകാശങ്ങൾ റവന്യൂ വകുപ്പിന്റേതാണെന്നും മരങ്ങളുടെ അവകാശം മാത്രമേ വനം വകുപ്പിന് ഉള്ളതെന്നും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രാജഭരണകാലം മുതൽ തന്നെ വിവിധ ഉത്തരവുകളിലൂടെ വിവിധ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന രേഖകളിലൂടെ മനസ്സിലാകും. എന്നാൽ വൺ എർത്ത് വൺ ലൈഫ് എന്ന കപട പരിസ്ഥിതി സംഘടനയുടെ താൽപര്യങ്ങളാണ് പലപ്പോഴും സർക്കാർ പരിഗണിക്കുന്നത്. കോടതികളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പരിസ്ഥിതി സംഘടന വ്യാജ റിപ്പോർട്ടുകളും വ്യാജ ഉത്തരവുകളും കോടതിയിൽ സമർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഈ സംഘടനയുടെ പിന്നിൽ ആര്? സുപ്രീം കോടതിയിൽ കേസുകൾ നടത്തുന്നതിനുള്ള ഫണ്ടുകൾ ഈ സംഘടനയ്ക്ക് എവിടുന്ന് ലഭിക്കുന്നു? ഇതെല്ലാം സംബന്ധിച്ച് സർക്കാർ അന്വേഷണം നടത്തണം. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ CHR മേഖലയിലെ കർഷകർക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ നൽകി CHR ഭൂമി മുഴുവൻ റവന്യൂ വകുപ്പിന്റെ അധികാരത്തിലുള്ളതാണെന്നുള്ള റിപ്പോർട്ട് അന്തിമമായി നൽകി ഈ മേഖലയിലെ കർഷകരെയും മറ്റ് ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കണമെന്നും സഹായിക്കണമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ മേഖലയിലെ കൃഷിക്കാർ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഏലം കർഷകർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്. അവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ പറഞ്ഞ ഒരുപാട് നിയമങ്ങൾ, ചട്ടങ്ങൾ എല്ലാം അവർക്ക് അനുകൂലമാണ്. പക്ഷേ പട്ടയം കൊടുക്കാനുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനുണ്ട്, പാട്ടത്തിന് കൊടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഫോറസ്റ്റിനും ചില അധികാരങ്ങളുണ്ട്. ഒരിക്കലും കൃഷിക്കാർ ഫോറസ്റ്റിനെതിരല്ല. പക്ഷേ ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഇല്ലാതാക്കണം എന്ന ആ നീക്കത്തോട് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ കൃഷിക്കാരൊന്നും തെറ്റല്ല ചെയ്തത്. അവർക്ക് കൊടുത്ത അവകാശമാണ് അവർ വിനിയോഗിച്ചത്. ആ അവകാശം വിനിയോഗിച്ചതിൽ അവരെ ഇന്ന് തെറ്റുകാരാക്കി കണ്ടുകൊണ്ട് അവർക്കെതിരായിട്ട് നടപടി വന്നാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ സുപ്രീം കോടതി ഒരുപക്ഷെ നോക്കുന്നത് ഗവൺമെന്റ് ഇത് പറയുന്നു എന്നായിരിക്കും. ഗവൺമെന്റ് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഒരു ഉത്തരമാണ് പറയുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ശരിയായ ഉത്തരം കൊടുത്താൽ അത് സംബന്ധിച്ചൊരു തീരുമാനം തോന്നിയതുപോലെ വരാതിരിക്കും. വേണ്ടി വന്നാൽ അങ്ങനെ ഒരു കേസിൽ കേരള കോൺഗ്രസ് കക്ഷി ചേരാനും മടിക്കില്ല എന്ന് പറയാൻ എന്നെ എല്ലാവരും ചുമതലപ്പെടുത്തിയിരിക്കുക. അത്രയധികം ഈ പ്രശ്നത്തെ രൂക്ഷമായിട്ട് ഒരു പ്രതിസന്ധിയായിട്ട് നമ്മുടെ കൃഷിക്കാർ മാത്രമല്ല കേരളം കാണുന്നു, ഭാരതം കാണുന്നു. ഇത് ഭാരതത്തിന്റെ ഒരു സമ്പത്താണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഭാരതത്തിനല്ലേ. ഭാരതത്തിന് വിദേശ നാണ്യം കിട്ടുന്നതിൽ ഒരു വലിയ സമ്പത്താണ് ഈ കൃഷിക്കാർ പാടുപെട്ടുണ്ടാക്കുന്ന ഈ ഏലം. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ആന്റണി ആലഞ്ചേരി, നോബിൾ ജോസഫ്, ജോസ് പൊട്ടപ്ലാക്കൽ, TV ജോസുകുട്ടി, OT ജോൺ, MJ കുര്യൻ, ടോമി തൈലമ്മനാൽ, PG പ്രകാശ്, ബേബി പടിഞ്ഞാറേക്കുടി, ജോയി കണിയാമ്പറമ്പിൽ, ജോർജ് അരിപ്ലാക്കൽ, ബിജു അക്കാട്ടുമുണ്ട, ജോയി നമ്പുടാകത്ത്, ടോമി തെക്കേൽ, CB കൊച്ചുവള്ളാട്ട്, സാജു സെബാസ്റ്റ്യൻ, തങ്കച്ചൻ വള്ളനാമറ്റം, ബെന്നി പൂവത്താനിക്കുന്നേൽ, കുര്യാച്ചൻ കൊച്ചുപുരയ്ക്കൽ, സിജോ ഇളന്തൂർ, സ്റ്റീഫൻ കണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം.